കടക്കലിന്റെ മണ്ണിൽ വിജയഭേരിയുമായി ഒരുമിച്ച് കൂടുന്ന ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പുത്തയം ബിജു അവർകൾ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള ജില്ലാ അധ്യക്ഷ ശ്രീമതി രാജി പ്രസാദ്, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും മുൻ പ്രസംഗകനുമായിട്ടുള്ള ശ്രീ കെ സോമൻ അവർകൾ, പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയും ഈ ജില്ലയുടെ ചുമതലക്കാരനുമായിട്ടുള്ള ശ്രീ ടി ആർ അജിത് കുമാർ, പാർട്ടിയുടെ ദേശീയ കൌൺസിൽ അംഗവും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ ജി ഗോപിനാഥ് അവർകൾ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ, ശ്രീ എ ആർ അരുൺ, ശ്രീ വൈക്കൽ സോമൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജയകുമാർ, ശ്രീമതി ലക്ഷ്മി പ്രസാദ്, ശ്രീ ഉമേഷ് ബാബു, ശ്രീ കെ ആർ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ എം ആർ സുരേഷ്, ശ്രീ എസ് വിജയൻ അവർകൾ, ശ്രീ വിജയമോഹൻ അവർകൾ, ശ്രീ പേഴുമൂട് സണ്ണി, ശ്രീ കരിങ്ങന്നൂർ മനോജ്, ശ്രീ റെജി ഇടമൺ, ശ്രീ കലയനാട് ബിജു തുടങ്ങി വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാത്തിലുമുപരി ഈ കടക്കലിന്റെ മണ്ണിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയുമായി ഈ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സഹോദരി അനുപമ ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് മുൻ പ്രസംഗകർ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. കടക്കലിന്റെ മണ്ണിൽ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയ സഹോദരി അനുപമ. ആ ചരിത്രം എന്ന് പറയുന്നത് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിൽ നിന്ന് കടക്കലിന്റെ മണ്ണിൽ ഒരു മാറ്റത്തിന്റെ കാഹളം ഉയർത്തിക്കൊണ്ടുള്ള ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകര താണ്ഡവം അഴിഞ്ഞാടുന്ന കടക്കലിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത, പോസ്റ്റർ പതിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് ഏഴാം കൂലികളുടെ അനുവാദവും ഔദാര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജനാധിപത്യം പുലരൂ എന്ന് വിശ്വസിച്ചിരുന്ന മൂഢവർഗത്തിന്റെ മുകളിൽ താമരയാങ്കിത ഹരിത കാവി പതാക അഭിമാനത്തോട് ഉയർത്തിപ്പിടിച്ച സഹപ്രവർത്തകരുടെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയശില്പിയുടെ പേരാണ് നമ്മുടെ പ്രിയ സഹോദരി അനുപമ. ആ അനുപമയുടെ വിജയത്തിന്റെ പിന്നിൽ വലിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രവീന്ദ്രൻ ചേട്ടനെ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, അദ്ദേഹത്തിന്റെ SI സർവീസ് ജീവിതത്തിന് ശേഷം പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വളരെ സജീവമായി ഈ മണ്ണിൽ BJPയുടെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനം നടത്തി വന്ന രവീന്ദ്രൻ ചേട്ടനെ സ്മരിക്കുകയാണ്. അത്തരത്തിൽ വളരെ ആവേശകരമായിട്ട് സംഘടനയോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച മുൻ SI കൂടിയായിട്ടുള്ള രവീന്ദ്രൻ ചേട്ടനെ അരുങ്കൊല ചെയ്ത ഭൂമിയാണ് ഈ മണ്ണ്. ആ അരുങ്കൊല ചെയ്ത പ്രതികൾ ഇന്ന് കോടതിയിലാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം ഈ നാട്ടിൽ മുഴുവൻ ഉയർന്നിരുന്നു. ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിനെതിരെ കൊടിയ കൊലപാതകം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ ആ സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരം അതോടുകൂടി കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരം കുറയ്ക്കാൻ അവർ സ്വയം അഹങ്കാരം കുറയ്ക്കില്ല എന്ന് നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഇനി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരം കുറയ്ക്കാൻ ആരെങ്കിലും തീരുമാനിക്കണമെങ്കിൽ അത് മറ്റാരുമല്ല, നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടക്കൽ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ട ദിവസങ്ങളാണ്.
ഇനി വരുന്നത് എന്ന് നമ്മളും ഓർക്കുക, കമ്മ്യൂണിസ്റ്റുകാരും ഓർക്കുക. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ ശ്രീ കെ സോമൻ സൂചിപ്പിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമായിട്ട് ബോംബിന്റെയും അതോടൊപ്പം തന്നെ കഠാരയുടെയും രാഷ്ട്രീയം കളിക്കാൻ ഇപ്പോൾ സമയമില്ല. കാരണം ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യ മഹാരാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭൂമിയായിട്ടുള്ള ഇന്ത്യയെ ഭരിക്കുക എന്ന മഹത്തായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യ രീതിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലങ്ങൾ ഓരോന്നായിട്ട് പിടിച്ചടക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേരും ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ രാജ്യത്ത് 22ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ രാജ്യത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും വിജയിക്കുന്ന പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത് BJP-യാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെയും ജയിച്ചു വരുന്നത് BJP തന്നെയല്ലാതെ മറ്റൊന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീന മേഖലകളിലും തെരഞ്ഞെടുക്കപ്പെടുന്നത് BJP-യാണ്. ഈ രാജ്യം മുഴുവൻ തന്നെ എവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും വിജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്ന ഇന്നത്തെ രാഷ്ട്രീയ ചരിത്രം എഴുതി ചേർക്കുമ്പോൾ ആ ചരിത്രത്തിനൊപ്പം നിൽക്കാൻ കടക്കൽ ടൗണിലെ ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികളും തയ്യാറായി എന്നത് ഈ കടക്കൽ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധീനതയിലേക്ക് വരുന്നതിന്റെ നാളുകളുടെ ഇടിമുഴക്കമാണ്. എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ, നിന്റെ ചങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഇടിമുഴക്കമാണ്. ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സമ്പൂർണമായിട്ട് നശിപ്പിച്ച് സർവാധിപത്യവും ഈ കടക്കലിൽ പിടിച്ചെടുക്കുന്ന ദിനങ്ങൾ ഇതാ സമാഗതമാവുകയാണ്. അനുപമ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ കടക്കലിന്റെ അന്ത്യത്തിലേക്കുള്ള പ്രയാണമാണ് എന്ന് അഭിമാനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ആ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ അവരുടെ നേതാക്കന്മാരോട് അന്വേഷിക്കുക, ഈ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് അന്വേഷിക്കുക, ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് അന്വേഷിക്കുക. ഞങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. നിങ്ങളെ കീഴടക്കാത്തതായിട്ട് ഈ രാജ്യത്ത് ഒരു സ്ഥലവും ബാക്കിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ 35 വർഷം ഭരിച്ച പശ്ചിമ ബംഗാൾ, ആ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് കടക്കലിന്റെ 1000 മടങ്ങ് ഗുണ്ടായുസത്തിന്റെയും കൊലപാതകത്തിന്റെയും ബലാസംഗത്തിന്റെയും അതോടൊപ്പം തന്നെ ആഭാസത്തരത്തിന്റെയും ഭൂമിയായിരുന്നു 35 വർഷക്കാലം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലുണ്ടായിരുന്ന പശ്ചിമ ബംഗാൾ. വോട്ട് ചെയ്യാൻ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലക്സ് ബോർഡ് വെക്കാനും അനുവദിക്കില്ല എന്ന് മാത്രമല്ല, വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ റേഷൻ കാർഡും ഐഡന്റിറ്റി കാർഡും പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ ചെന്ന് വാങ്ങിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല എന്ന് സംശയം തോന്നിയാൽ വോട്ട് ചെയ്യുന്ന വിരൽ അരിഞ്ഞു മാറ്റുന്ന അതികൊടിയ ഭീകരത നിലനിന്നിരുന്ന ഇന്നലകളിലെ പശ്ചിമ ബംഗാൾ ഈ കടക്കലിലെ ഇന്നത്തെ ഗുണ്ടാ നേതാക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലതാ. അങ്ങനെയുള്ള ഒരു പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നു ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ്. ആ പശ്ചിമ ബംഗാളിൽ മുഴുവൻ തന്നെ ബൂത്ത് പിടുത്തവും അവിടെ ഇരുന്ന വോട്ടർ പട്ടികകളും എല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം സൂക്ഷിച്ചു വെക്കുന്ന ബാലറ്റ് പെട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവന്റെ ഓഫീസിൽ കൊണ്ടുവച്ച് അതിലേക്ക് വോട്ട് കുത്തിയിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരന്മാരെ ജയിപ്പിച്ചുവെന്ന ഇന്നലകളിലെ പശ്ചിമ ബംഗാളുണ്ട്. ആ പശ്ചിമ ബംഗാൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് എന്റെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നിങ്ങൾക്കറിയോ? ആ പശ്ചിമ ബംഗാളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം പിടിച്ച് ഒരു MLA പോലും പശ്ചിമ ബംഗാളിൽ ജയിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അറിയണം. പശ്ചിമ ബംഗാൾ ഇന്നൊരു വട്ടപൂജ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ നിന്ന് ഒരു MP പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാക്കണം.
ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 35 വർഷം നിങ്ങളുടെ സർവ്വവിധമായിട്ടുള്ള ഗുണ്ടായുസത്തിന്റെയും ആഭാസത്തരത്തിന്റെയും കേന്ദ്രമായിരുന്ന പശ്ചിമ ബംഗാൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണഭൂതനാര് എന്ന് ചോദിച്ചാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. വിവാദത്തിന്റെ രാഷ്ട്രീയത്തിനും അതോടൊപ്പം തന്നെ അവികസനത്തിന്റെയും അന്ധകാര ജടിലമായിട്ടുള്ള ഈ കപട രാഷ്ട്രീയത്തിന്റെയും ഒക്കെ ആ നാളുകൾ ഇന്നലകളിൽ അവസാനിക്കുമ്പോൾ അവിടേക്ക് ഉയർന്നു വന്നത് വികസനത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെയുമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഇന്ന് പശ്ചിമ ബംഗാളിലുള്ളത്. 25 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഭരിച്ച ത്രിപുരയുടെ ചരിത്രം കമ്മ്യൂണിസ്റ്റുകാരാ നിന്റെ മസ്തിഷ്കങ്ങളിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിച്ചോർമ്മിപ്പിക്കുകയാണ്. 25 വർഷക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ത്രിപുര ഭരിച്ചത്. ത്രിപുരയിലെ 62% വരുന്ന ജനത എന്ന് പറയുന്നത് ആദിവാസി ജനവിഭാഗങ്ങളായിട്ടുള്ളവരാണ്. ആദിവാസി ജനവിഭാഗങ്ങളും നിരക്ഷര കുക്ഷികളുമായിട്ടുള്ള ത്രിപുരയുടെ ജനതയെ കമ്മ്യൂണിസ്റ്റുകാരൻ അടക്കി വാണു. പശ്ചിമ ബംഗാളിലെ കപട കാപട്യ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ തന്നെ ദുരന്തം പേറേണ്ടി വന്ന ഗതികേട് ത്രിപുരയിലെ ജനതയ്ക്കുണ്ടായി. ആ ത്രിപുരയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പോലും കൊടുക്കുന്നത് 1970-കളിലെ ശമ്പളമായിരുന്നു. 2000-ൽ 2010-ലും 2015-ലും ത്രിപുരയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വാങ്ങിയത്. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവകാശ സമരങ്ങളും ഒക്കെ നടത്തി, ഇവിടെ ദേശീയ പണിമുടക്കുമൊക്കെ നടത്തി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനത അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളെ മുഴുവൻ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഒരു വൻ ശക്തിയായി. ഭാരതീയ ജനതാ പാർട്ടിക്ക് 25 വർഷത്തെ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തച്ചുടച്ച് താഴെയിടാൻ എത്ര ദിവസം വേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയോ? 25 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ത്രിപുരയിൽ അവസാനിപ്പിക്കാൻ കേവലം 500 ദിവസം കൊണ്ട് സാധിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ BJP എന്ന് പറയുന്ന പാർട്ടി. കേവലം 500 ദിവസം കൊണ്ട് നിന്റെ 25 വർഷത്തെ നശിപ്പിച്ചു. ഇന്ന് കഴിഞ്ഞ 7-8 വർഷമായി ത്രിപുരയുടെ മണ്ണിൽ പാറിപ്പറക്കുന്നത് താമരയാങ്കിത ഹരിത കാവ്യ പതാകയാണ്. ത്രിപുര ഇന്ന് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ത്രിപുര ഭരിക്കുന്നുവെങ്കിൽ പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയെങ്കിൽ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ MP-മാർ ജയിച്ചു വന്നത് താമര ചിഹ്നത്തിലാണെങ്കിൽ ഈ രാജ്യത്ത് 12 സംസ്ഥാനങ്ങളിൽ CPM-ന് MP-മാരുണ്ടായിരുന്ന ഇന്നലകളുണ്ടായിരുന്നു. ഈ രാജ്യത്ത് ജവഹർലാൽ നെഹ്റു 1947-ൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ രാജ്യത്തിന്റെ അധികാര സ്ഥാനത്തെത്തിയ ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പേര് AK ഗോപാലൻ എന്നായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് AK ഗോപാലനായിരുന്നു. AK ഗോപാലൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നലകൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഓർമ്മയുണ്ടാകും. ആ സമയത്ത് ഇന്ത്യയിലെ 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി MP-മാർ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പോകുമായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇന്ന് ഇവിടെ നിൽക്കുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അന്ന് നിങ്ങൾ വിളിച്ചില്ലേ? AK ഗോപാലൻ, ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പോലും മുദ്രാവാക്യം വിളിച്ച കമ്മ്യൂണിസ്റ്റ് വിഡ്ഢിത്തത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പോലും സ്വപ്നം കണ്ട ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64 MP-മാർ ഇടതുപക്ഷ MP-മാർ ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേവലം എത്ര MP-മാരാ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിക്കുന്നുള്ളത് 3 MP-മാരാണ്. ആ 3 MP-മാരിൽ ഒന്ന് കേരളത്തിൽ നിന്നും വേറെ 2 രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടു നടക്കാവുന്ന MP-മാരായിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ അധപ്പതിച്ചുവെങ്കിൽ അതിനും കാരണക്കാരെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അനുപമയുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. സഖാക്കന്മാരെ, ഞങ്ങളുടെ അനുപമയുടെ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് നിങ്ങളെ ഈ രാജ്യത്ത് നശിപ്പിച്ചിരിക്കുന്നത്. ആ പാർട്ടി തന്നെ നിങ്ങളെ കേരളത്തിൽ നശിപ്പിക്കും.
നിങ്ങളെ സമ്പൂർണമായിട്ട് നശിപ്പിക്കാൻ പോകുന്ന ശക്തി ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ രാജ്യത്തുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് നിങ്ങൾ തൊട്ടുകളിക്കുന്നത് എന്നോർക്കുക. അതാണ് രവീന്ദ്രൻ ചേട്ടന്റെ രാഷ്ട്രീയ പാർട്ടി. അതാണ് ആ രാഷ്ട്രീയ പാർട്ടിയെയാണ് ഇന്ന് നിങ്ങൾ തൊട്ടുനോവിക്കുന്നത്. ഇതിന്റെ പ്രതിക്രിയ നിങ്ങൾ അനുഭവിക്കും. ആ പ്രതിക്രിയ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. ജനാധിപത്യ രീതിയിൽ ഈ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കുക. ജനാധിപത്യ രീതിയിൽ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പശ്ചിമ ബംഗാളിൽ ഞങ്ങളുടെ നിരവധി പ്രവർത്തകർ മരണപ്പെട്ടു. ഞങ്ങളുടെ നിരവധി പ്രവർത്തകർ ജയിലഴികൾക്കുള്ളിലായി. എന്നിട്ടും ഞങ്ങൾ സഹനതയുടെ സമരവുമായിട്ട് മുന്നോട്ട് പോയി. അവസാനം കമ്മ്യൂണിസത്തെ സമ്പൂർണമായിട്ടും നശിപ്പിക്കാൻ സാധിച്ചു. ത്രിപുരയിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ 200-ൽ പരം വരുന്ന ഞങ്ങളുടെ രവീന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള 200-ൽ പരം വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോംബിനും അതോടൊപ്പം തന്നെ കഠാരയ്ക്കും ഇരയായി മരിച്ചു വീണു. ആ വീരരായിട്ടുള്ള ബലിദാനികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവാത്മാവാണ്. ആ ബലിദാനികളാണ് ഞങ്ങളുടെ വഴികാട്ടി. ആ ബലിദാനികളാണ് ഞങ്ങളുടെ പ്രചോദനം. ആ ബലിദാനികളാണ് ഞങ്ങളെ ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഞങ്ങളുടെ പ്രചോദന കേന്ദ്രങ്ങൾ. ആ ബലിദാനികളാണ്. ആ ബലിദാനികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവന് തുല്യമാണ്. ഞങ്ങളുടെ പ്രവർത്തകർ നിന്റെയൊക്കെ അക്രമത്തിന് വിധേയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അടിപതറി വീഴുന്നവരല്ല ഞങ്ങളുടെ പ്രവർത്തകർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടതാണ്. ഏറ്റവും വിലപ്പെട്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രാഥമികവും പ്രഥമവുമായിട്ടുള്ള ഉത്തരവാദിത്വം. ഞങ്ങളുടെ പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടവരല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി സ്വന്തം സഖാക്കന്മാരെ പോലും കൊന്നു വീഴ്ത്തി രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ടി.പി. ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ പിണറായി വിജയനേക്കാൾ കമ്മ്യൂണിസ്റ്റ് അഭിമാനിയായിരുന്ന ടി.പി. ചന്ദ്രശേഖരനെ 52 വെട്ടുകൊണ്ട് വെട്ടി തോരനരിയുന്നത് പോലെ അരിഞ്ഞു വീഴ്ത്തിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്, മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. സ്വന്തം സഖാവിനെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന, ചെങ്കൊടി പിടിക്കുന്ന പിണറായി വിജയനേക്കാൾ ആവേശത്തോടുകൂടി കമ്മ്യൂണിസം സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ച ടി.പി. ചന്ദ്രൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ വെട്ടി അരിഞ്ഞു മുറുക്കി ഇട്ട ആ ഭീകര പാർട്ടി എത്രയോ സഖാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം സഖാക്കന്മാരെ എത്രയോ പേരെ കൊല വിളിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചില ഭീകര സത്വങ്ങളുണ്ട്. അവർക്ക് വിശപ്പ് വരുന്ന സമയത്ത് സ്വന്തം കുഞ്ഞിനെ തന്നെ പിടിച്ചു നിന്ന് ആ വിശപ്പ് മാറ്റുന്ന ഭീകര സത്വങ്ങളുണ്ട്. അതുപോലെയുള്ള ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊല്ലാനും തിന്നാനും RSSകാരും BJPക്കാരും തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അധികാരത്തിന്റെ ആർത്തി മൂത്താൽ സ്വന്തം സഖാക്കന്മാരെ പോലും കൊന്നു തിന്നുന്ന ഭീകര പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെയുള്ള ചരിത്രവും ഈ കേരളത്തിൽ അഴീക്കോടൻ രാഘവൻ മുതൽ ടി.പി. ചന്ദ്രശേഖരൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ ഈ രീതിയിൽ കൊല്ലപ്പെട്ടതിന്റെ ചരിത്രം ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, ത്രിപുരയിലുണ്ട്. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മാനവികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നീചവർഗങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന തിരിച്ചറിവ് ഈ കേരളത്തിന് കിട്ടാൻ സമയമായിരിക്കുന്നു. നീചവർഗങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി കേരളത്തിൽ ഉയരുന്നതാണ് കേരളത്തിന്റെ എല്ലാ അപകടത്തിന്റെയും കാരണം. ചെങ്കൊടി എന്ന് പറയുന്നത്, ചുമപ്പ് എന്ന് പറയുന്ന ഡേഞ്ചറാണ്. ലോകത്ത് എവിടെ ചുമപ്പ് കണ്ടാലും മനുഷ്യൻ ഒന്ന് ശ്രദ്ധിക്കും. അപകടമിരിക്കുന്നു, അപകടം പതിയിരിക്കുന്നു എന്നതാണ് ചുമപ്പിന്റെ ലക്ഷണം. ചുമപ്പെന്ന് പറഞ്ഞാൽ അപകടമാണ്, ഡേഞ്ചറാണ്, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ 1951 E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടം മുതൽ ഈ പീറ ചുമപ്പ് കണ്ടിട്ടും ഈ കേരളത്തിൽ കഴിഞ്ഞ 70 വർഷമായി ഈ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത മലയാളിയെ ഓർത്ത് നമുക്ക് അല്പ വിഷമമുണ്ട്, ലജ്ജയുണ്ട്. പക്ഷേ ഇവിടത്തെ മലയാളിയുടെ മുമ്പിൽ പശ്ചിമ ബംഗാളിലെ പ്രബുദ്ധമാർന്ന ജനാധിപത്യ രീതിയിൽ നിർവഹിച്ച ഉത്തരവാദിത്വം അത് ഓർമ്മിപ്പിക്കുക.
ഇവിടുത്തെ മലയാളികളുടെ മുമ്പിൽ ത്രിപുരയിലെ നിരക്ഷരരായിട്ടുള്ള ആദിവാസികൾ ആ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞ അവിടെ അറബിക്കടലിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആ പാരമ്പര്യം ഓർമ്മിപ്പിക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ന് ലോകത്തൊരിടത്തും ഈ കമ്മ്യൂണിസ്റ്റ് ചരക്ക് വേവുന്നില്ല. 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 100 വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ ലോകത്ത് മുഴുവൻ അസ്തമിച്ച് അധപ്പതിച്ച് നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്ത് ഒരിടത്തും ജീവിച്ചിരിപ്പില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഓരോരുത്തരെ സ്വകാര്യ വ്യക്തികളുടെ പാർട്ടിയാണ്. ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാർട്ടിയാണ്. പിണറായി വിജയനിൽ ഒടുങ്ങുന്ന ഒരു പാർട്ടിയാണ് ഈ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിണറായി വിജയനിൽ ഒടുങ്ങുന്ന പാർട്ടിയാണ്. പിണറായി പാറയിൽ നിന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരംഭം കുറിച്ചത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രം പറയുന്നുവെങ്കിൽ, ഇതാ ഭാരതീയ ജനതാ പാർട്ടി കടക്കൽ വെച്ച് പറയുന്നു, പിണറായിയിൽ പൊങ്ങിയ ആ ചെങ്കൊടിയെ പിണറായിയിലൂടെ അവസാനിപ്പിക്കുന്ന ഒരു പുതിയ ചരിത്ര നിയോഗത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്നത്. പിണറായിയിൽ പൊങ്ങിയത് പിണറായിയിൽ അവസാനിപ്പിക്കും. ആ പിണറായി എന്ന് പറയുന്ന മാടമ്പിയുടെ ശമ്പളം വാങ്ങുന്ന കൂലികളായിട്ട് കടക്കല ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിന്നിലൊന്നും ഇന്ന് കമ്മ്യൂണിസമില്ല സഖാക്കന്മാരെ. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരിൽ ഇന്ന് കമ്മ്യൂണിസമില്ല. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരിൽ ഇന്ന് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമില്ല. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് ഇവിടത്തെ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ജനതയുടെ ഉയർച്ചയെ സംബന്ധിച്ച് ഉത്കർഷയെ സംബന്ധിച്ച ചിന്തകളില്ല. ഇന്നിവിടത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫ്യൂഡൽ പ്രഭുക്കളുടെയും മാടമ്പികളുടെയും അതോടൊപ്പം തന്നെ ഗുണ്ടകളുടെയും അതുപോലെ മയക്കുമരുന്ന് ലോബിയുടെയും സന്തതികളായിട്ട് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ അധപ്പതിച്ചിരിക്കുകയാണ്. വ്യഭിചാരികളുടെയും ആഭാസന്മാരുടെയും പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവൻ തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തികളിലൂടെ സമ്പൂർണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായിട്ട് മാറുമ്പോൾ, പിണറായി വിജയന്റെ മകൾ ഈ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരിയായിട്ട് മാറുമ്പോൾ, പിണറായി വിജയന്റെ മകൻ വിദേശത്തിരുന്നു കൊണ്ട് കേരളത്തിലെ ഫണ്ട് മുഴുവൻ തട്ടിക്കൊണ്ടുപോകുന്ന മറ്റൊരു തട്ടിപ്പുകാരനായിട്ട് മാറുമ്പോൾ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം അധപ്പതിക്കുന്നു എന്ന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഇന്ന് അന്വേഷണ ഏജൻസികളുടെ വാക്യകത്താണ്. പിണറായി വിജയൻ ഇഡിയുടെ വാക്യകത്താണ്. പിണറായി വിജയൻ CBIയുടെ വാക്യകത്താണ്. പിണറായി വിജയന്റെ മകൾ ഇഡിയുടെ വാക്യകത്താണ്. പി ജയരാജൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ ഗുണ്ടാ നേതാവ് CBIയുടെ വാക്യകത്താണ്. അവിടുത്തെ PP രാജേഷ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് CBIയുടെ കൊലപാതക കേസിൽ CBIയുടെ കസ്റ്റഡിയിലാണ്. ഈ കേരളത്തിലെ തൃശൂരുള്ള കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവിടുത്തെ സഹകരണ സംഘ തട്ടിപ്പുമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ വാക്കുള്ളിലാണ്. ഏത് നേതാവാണ് ഇന്ന് അഴിമതിയില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഈ കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കോ? കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കേരളത്തിൽ കാണാൻ സാധിക്കോ? അതുപോലെ തന്നെ ഈ നാട്ടിൽ തട്ടിപ്പ് നടത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണാൻ സാധിക്കോ? ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലായിരുന്നു. സഖാവ് P കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായിരുന്നില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായിരുന്നില്ല. EK നയനാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായിരുന്നില്ല. അച്യുതാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായിരുന്നില്ല. ഞങ്ങൾ കമ്മ്യൂണിസത്തെ എതിർത്തവരാണ്, കമ്മ്യൂണിസത്തെ എതിർക്കും, കമ്മ്യൂണിസം എന്ന് പറയുന്നത് നാശമാണ് എന്ന് പറയും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അന്തസ്സുറ്റ ആദർശശാലികളായിട്ടുള്ള കമ്മ്യൂണിസത്തിന് വേണ്ടി ജീവിച്ച ഇന്നലകളിലെ സഖാക്കന്മാരിൽ ഞങ്ങൾ പൊതുപ്രവർത്തകരെന്ന നിലയിൽ ബഹുമാനിക്കുന്നു. ആ ബഹുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവിനാൽ അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്നത് തട്ടിപ്പുകാരും കൊള്ളക്കാരും കൊള്ള സംഘവുമാണ്. ആ കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആദർശബോധമുള്ള കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അധികാരമോഹികളും അതോടൊപ്പം തന്നെ അഴിമതിക്കാരുമായിട്ടുള്ള കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ 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 എളുപ്പമാണ് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ,
ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിയുടെ രാഷ്ട്രീയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി വികസനത്തിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഇന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിട്ടുന്ന അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് തിരുവനന്തപുരത്ത് നേരത്തെ ശ്രീ കെ സോമൻ സൂചിപ്പിച്ചില്ലേ, തിരുവനന്തപുരത്ത് അനന്ത പത്മനാഭന്റെ തിരുസന്നിധി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര കേന്ദ്രമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ന് തിരുവനന്തപുരം ഭരിക്കാൻ പോകുന്നത് 25-ാം തീയതി തിരുവനന്തപുരത്ത് മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് താമര ചിഹ്നത്തിൽ ജയിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തൊക്കെ താമരക്കാരനായിട്ടുള്ള BJPയുടെ മേയറും ഇരിക്കും. ഈ 25-ാം തീയതി മുതൽ തലസ്ഥാനത്ത് ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയിൽ BJPയുടെ മേയർ ഉണ്ടാകും. തലസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഒരു വതായനമാണ് അനന്തപുരിയിൽ BJP ജയിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഗേറ്റ് വേ ആണ്, കേരളത്തിന്റെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്, ഗേറ്റ് വേ ആണ് തിരുവനന്തപുരത്ത് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അനന്തപുരിയുടെ മണ്ണിൽ നിന്ന്. ആ ജൈത്രയാത്ര കേരളത്തിലേക്ക് മുഴുവൻ എത്താൻ പോവുകയാണ്. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ മുഴുവനെത്തും. ഞങ്ങൾ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡും മഞ്ചേശ്വരം വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രാതിനിധ്യമായി, എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രാതിനിധ്യമായി, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും BJPക്ക് പ്രാതിനിധ്യമായി. ഈ കേരളത്തിൽ 90% വരുന്ന മേഖലകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മത്സരിച്ചു. ഇവിടെ കടയ്ക്കൽ മത്സരിച്ച 3 പ്രവർത്തകരെ പോലെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മത്സരിച്ചു. ഞങ്ങൾ ജയിച്ചതിന്റെ 2 ഇരട്ടി സീറ്റുകളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത്, തുച്ഛമായ വോട്ടുകൾക്ക് 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ജയിച്ചതിന്റെ 2 ഇരട്ടി സീറ്റുകളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടാമതിനി മറ്റൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. BJP ആണ് CPM-ന് ബദലായി ഈ കേരളത്തിൽ 2ാമത്തെ ശക്തി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ ശക്തി ഇവിടെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ശക്തിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ആ രീതിയിലേക്ക് വളരാൻ കാരണം? ഏതൊരു സംശയവും വേണ്ട, ഞങ്ങൾ ഈ കേരളത്തിൽ വികസിത കേരളം എന്നുള്ളൊരു സ്വപ്നം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഈ കേരളത്തെ ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിവാദങ്ങളിൽ നിന്ന് വികസനത്തിലേക്കുള്ള ഒരു പുതിയ കേരളം, വികസനത്തിന്റെ പുതിയ പുതിയ ബന്ധാവിലേക്ക് കേരളത്തെ കൊണ്ടുപോവുക, കേരളത്തിലെ യുവാക്കൾക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്ന പുതിയ കേരളം, വ്യവസായമുള്ള പുതിയ കേരളം, വികസനമുള്ള പുതിയ കേരളം, വിദ്യാഭ്യാസ സംവിധാനങ്ങളുള്ള പുതിയ കേരളം, തൊഴിലവസരങ്ങളുള്ള പുതിയ കേരളം, ആ രീതിയിലേക്ക് കേരളത്തെ മാറ്റാൻ വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ആ മുദ്രാവാക്യത്തിന് അനുഗുണമായിട്ടാണ് ഈ കേരളം ഇന്ന് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കേരളം ചിന്തിക്കുന്നത് ആ മുദ്രാവാക്യത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പറയുന്നു, എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തെ, കോൺഗ്രസ് സുഹൃത്തെ, നിങ്ങൾ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഈ കേരളം ഭരിച്ചില്ലേ? ഞങ്ങൾക്ക് എന്ത് നേടിത്തന്നു? ഈ കേരളത്തിൽ നിങ്ങൾ എന്തുണ്ടാക്കി തന്നു? ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കേരളം സർവ്വരംഗത്തും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്നു കേരളം. കേരളത്തിൽ 3.25 കോടി മലയാളികളുള്ള കേരളത്തിൽ 5.5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് നമ്മൾ. 5.5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ്. കഴിഞ്ഞ ദിവസം 2000 കോടി രൂപ കടം വാങ്ങി പിണറായി വിജയൻ സർക്കാർ. ഇന്നലെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഞങ്ങൾ ജയിച്ചു വന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 200 കോടി രൂപ രാഖി രാമാനം തട്ടിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒരു സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നു കോർപ്പറേഷൻ സെക്രട്ടറിക്ക്. അവിടെ ഫണ്ട് മുഴുവൻ കൊണ്ട് പഴയ മേയർ സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നിക്ഷേപിക്കുമ്പോൾ മേയർക്കും CPM-നും ഒരുപാട് കമ്മീഷൻ കിട്ടും. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയിൽ പാവങ്ങൾക്ക് ചെലവഴിക്കേണ്ട തൊഴിലിനു വേണ്ടിയും അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനു വേണ്ടിയും മാലിന്യം മാറ്റാൻ വേണ്ടിയും കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ട്, ആ ഫണ്ട് മുഴുവൻ സ്വകാര്യ ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിച്ച് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ജീവിക്കുന്ന സാധനങ്ങളായിട്ട് കഴിഞ്ഞ 45 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കുക.
അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ BJP അധികാരത്തിൽ വന്നു എന്നറിഞ്ഞപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ 200 കോടി രൂപ കേരളത്തിന്റെ സംസ്ഥാന ട്രഷറിയിലേക്ക് കൊണ്ടിടാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഇടത്തുനിന്നും ഇങ്ങനെ കട്ടുതിന്നുന്ന കള്ളന്മാരായിട്ട് കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങൾ മാറുന്ന സാഹചര്യം. 2000 കോടി രൂപ കടം വാങ്ങി. ആ 2000 കോടി രൂപയിൽ 88% പണവും എന്തിനാണ് വിനിയോഗിച്ചതെന്നറിയാമോ? മുമ്പ് വാങ്ങിയ കടത്തിന്റെ പലിശ തീർക്കാൻ. 2000 കോടി രൂപ കടം വാങ്ങിയിട്ട് 88% കടത്തിന്റെ പലിശ തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ ബാക്കി 12% പണമാണ് നമ്മുടെ ഈ നാട്ടിൽ വിനിയോഗിക്കാൻ ഈ സർക്കാരിന് സാധിക്കുക. നമ്മൾ കടക്കണിയിലാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കേരളം കടക്കണിയിലായതിന് ഉത്തരവാദി ഞാനും നിങ്ങളുമാണോ? എന്നെയും നിങ്ങളെയും പണയപ്പെടുത്തിയിട്ടാണ് പിണറായി വിജയൻ 2000 കോടി 5000 കോടി അങ്ങനെ 5.5 ലക്ഷം കോടി രൂപ വാങ്ങി കൂട്ടിയിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും പണയപ്പെടുത്തിയിട്ടാണ്. ഞാനും നിങ്ങളും അറിഞ്ഞതാണോ? ഈ നാട് ഇതുവരെ ഭരിച്ച ആൾക്കാർ അവരുടെ കെടുകാര്യസ്ഥത കാരണം, അവരുടെ അഴിമതി കാരണം, അവരുടെ സ്വജനപക്ഷപാതം കാരണം ഒക്കെ ഈ നാട്ടിൽ ഈ കൊള്ള നടത്തി അതിന്റെ മുഴുവൻ പാപഭാരം ചുമക്കാൻ വിധിക്കപ്പെട്ട ജനതയായിട്ട് ഈ കേരളത്തിലെ ജനതയെ മാറ്റിയിരിക്കുന്നു. ഈ കേരളത്തിന് സമാനമായി കടക്കണിയിലായ മറ്റൊരു സംസ്ഥാനവും ഈ രാജ്യത്തില്ല. കേരളത്തിൽ മാത്രമാണ് ഇത്രയും വലിയ കടക്കണി. കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കരം. കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കരം. കേരളത്തിൽ മാത്രമാണ് ഇത്രയും ഇലക്ട്രിസിറ്റി ചാർജ്. കേരളത്തിൽ മാത്രമാണ് ഡോക്യുമെന്റേഷൻ ഫീ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ നികുതി. അങ്ങനെ കേരളം എല്ലാ അർത്ഥത്തിലും സാധാരണ ജനതയെ പീഡിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുന്നു. അതേ സമയത്ത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നരേന്ദ്രമോദി സർക്കാർ ഇവിടുത്തെ 70 കഴിഞ്ഞവർക്ക് വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട്. ആ ആയുഷ്മാൻ ഭാരതിന്റെ 70 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള പദ്ധതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പാക്കി. പശ്ചിമ ബംഗാൾ ഒഴികെ, കേരളം ഒഴികെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പാക്കി. കേരളം നടപ്പാക്കുന്നില്ല. കേരളം നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർ നടപ്പാക്കുന്നില്ല. എന്താ കാരണം? നരേന്ദ്രമോദിയുടെ ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കപ്പെടാൻ പാടില്ല. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഈ പദ്ധതികൾക്ക് അർഹരായിട്ടുള്ളവർ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ നശിച്ചു പോയാലും കുഴപ്പമില്ല, നരേന്ദ്രമോദിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന മാടമ്പി സമീപനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പിണറായി വിജയൻ സർക്കാർ എടുക്കുന്നത്. മാടമ്പി സമീപനമാണ് എടുക്കുന്നത്. 5 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 500 രൂപ എടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ 500 രൂപ കയ്യിലെടുക്കാനില്ലാത്ത പാവങ്ങൾക്ക് നരേന്ദ്രമോദി നൽകുന്നത് ഒരു വർഷം 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ്. അവൻ പോലും അത്ഭുതപ്പെടുന്ന സംഖ്യയാണ് അവന് ലഭിക്കുന്നത്. അത് വയോവൃദ്ധർക്കാണെങ്കിൽ സാമ്പത്തിക വ്യത്യാസമില്ല. പണക്കാരനാണെങ്കിലും പാമരനാണെങ്കിലും ആർക്കും 70 കഴിഞ്ഞ ആർക്കും 5 ലക്ഷം രൂപ. അങ്ങനെയുള്ള സ്വപ്ന സദൃശ്യമായിട്ടുള്ള പദ്ധതി ഈ ലോകത്തിലെ മഹാരാജ്യങ്ങൾ എന്ന് പറയുന്ന, വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു പദ്ധതി. ഇന്ത്യ മഹാരാജ്യത്ത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ മഹാരാജ്യത്ത് 70 കഴിഞ്ഞ മുഴുവൻ മനുഷ്യർക്കും നൽകുന്ന പദ്ധതി. ആ പദ്ധതി എന്തിനാണ് നിങ്ങൾ ഇവിടെ അട്ടിമറിക്കുന്നത്? ആ പദ്ധതി അട്ടിമറിച്ചത് കൊണ്ട് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഗുണം? നിങ്ങൾക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ എന്റെയും ഈ നാടിന്റെയും പണമുണ്ട്. നിങ്ങളുടെ ഭാര്യയെയും മകളെയും അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ നിങ്ങളുടെ മരുമകൻ മന്ത്രിയാണ്. നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങളുടെ സഖാക്കന്മാർക്ക്, ഇങ്ങനെ അഴിമതിയുടെ പേക്കോലങ്ങളായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് ഏത് സ്വകാര്യ ആശുപത്രിയിലും പോയി എങ്ങനെയും ചികിത്സിക്കാം. പക്ഷെ ഈ കേരളത്തിലെ സാധാരണക്കാരനുണ്ട്. ഈ കേരളത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങളുണ്ട്. ആ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ദരിദ്രന്മാരുടെ ഇന്ത്യയിലെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ പാവങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. ആ പദ്ധതികൾ നടപ്പാക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സത്വമായിട്ട് പിണറായി വിജയൻ കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് ആവശ്യമില്ല. ഈ കേരളത്തിൽ ആശാ വർക്കേഴ്സ് നടത്തിയ സമരത്തെ കുറിച്ച് നമുക്കറിയാം. അവർ കേരളത്തിൽ മാത്രമേ സമരം നടത്തിയുള്ളൂ. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദി തയ്യാറായി. എങ്കിലും കേരളത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ, പിണറായി വിജയന്റെ മൂക്കിന് താഴെ ആ സമരം നടത്തിയ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം 8 മാസമായിട്ട് പരിഹരിക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ തയ്യാറായില്ല.
മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ സർക്കാർ ഇനി ഒരു നാൾ പോലും ജീവിച്ചിരിക്കാൻ യോഗ്യമല്ല എന്ന തിരിച്ചറിവ് ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നു. അങ്ങനെ യോഗ്യമല്ല എന്ന് പറയുമ്പോൾ ആരാണ് പകരക്കാരൻ എന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഇതുവരെ ഉത്തരം കിട്ടാതിരുന്നൊരു ചോദ്യം. അതിനൊരു ഉത്തരം കേരളത്തിലായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നീണ്ട യാതനാപൂർണമായിട്ടുള്ള ഭരണം അവസാനിച്ചാൽ ആരാണ് കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് 45 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യകൂദാശ ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്തിന്റെ അധികാരം പിടിച്ചത്. കമ്മ്യൂണിസം കഴിഞ്ഞാൽ കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരേണ്ടത് എന്നതിന്റെ ഉത്തരമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. BJP ആണ് കമ്മ്യൂണിസത്തിന് ബദൽ. BJPക്ക് മാത്രമേ കമ്മ്യൂണിസത്തിന് ബദലായി ഈ കേരളത്തിൽ ഉദിച്ചു വരാൻ സാധിക്കൂ. അതാണ് തിരുവനന്തപുരത്തെ ജനത തെളിയിച്ചത്. അവിടെ 45 വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് തിരുവനന്തപുരം നഗരം ഭരിച്ചത്. ആ 45 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഈ കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ വരേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നാഗ്രഹിക്കുന്ന മലയാളികളാണ് ഇന്നിവിടെയുള്ളത്. BJPക്ക് 20% വോട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദി ആരാധിക്കുന്ന, നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന, നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ ഈ നാട്ടിലുണ്ട്. കേരളത്തിന്റെ 50% വരുന്ന ആൾക്കാർ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ മേന്മയെ അംഗീകരിക്കുന്നവരാണ് എന്നാണ് ഇവിടത്തെ സർക്കാരുകൾ തയ്യാറാക്കിയ സർവേയിൽ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അഭിമാനത്തോട് മുന്നോട്ട് പോകാം. നമ്മളെ തടയ്ക്കാൻ, നമ്മളെ തളയ്ക്കാൻ, നമ്മളെ പ്രതിരോധിക്കാൻ ഇവിടത്തെ ആർക്കും സാധ്യമല്ല. കടക്കലിൽ നിന്ന് ഒരു പുതിയ ചരിത്ര നിയോഗത്തിന് നമ്മൾ സജ്ജമായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മൾ വിചാരിക്കുക, ലോകത്തെ ഏറ്റവും അദ്വിതീയമായ ഒരു ആദർശമാണ് BJPക്കുള്ളത്. ആദർശപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPയെ പ്രതിരോധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. BJPക്ക് സമാനമായ ഒരു ആദർശം ഈ രാജ്യത്ത് ആർക്കുമില്ല. കമ്മ്യൂണിസത്തിനുമില്ല, മുതലാളിത്തത്തിനുമില്ല. ആദർശം കൊണ്ട് അദ്വിതീയമായ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി. നമ്മളെല്ലാവരും സ്വന്തം ജീവിതം പോലും സമർപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആദർശപരമായ നമ്മുടെ അദ്വിതീയത കൊണ്ടാണ്. അതുപോലെ തന്നെ സംഘടനാശേഷി 1951 ജനസംഘത്തിൽ തുടങ്ങി ഇന്ന് 75 വർഷം പിന്നിടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഏകശിലാ സംവിധാനം പോലെ ഒറ്റക്കെട്ടായി ഒരു വിള്ളലോ ഒരു പിളർപ്പോ ഒന്നുമില്ലാതെ ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് 75 വർഷമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്തുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഏറ്റവും ഉജ്ജ്വലമായ സംഘടന നമ്മളുടേതാണ്. അതുപോലെ തന്നെ ഭരണ മികവ്. ലോകത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് വന്നിട്ടുള്ള സകല സർക്കാരുകളെയും എടുക്കുക, നരേന്ദ്ര ദാമോദർ ദാസ് മോദി നേതൃത്വം നൽകുന്ന ഇന്ത്യക്ക് സമാനമായി പ്രവർത്തന മികവ് കൊണ്ട് ഒരു സർക്കാരും ഈ ലോകത്തുണ്ടായിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ലോകത്തിന്റെ നേതാവായി, ഗ്ലോബൽ ലീഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ മകനായിട്ട് ജനിച്ചതിന്റെ പാരമ്പര്യം കൊണ്ടല്ല നരേന്ദ്രമോദി കഴിഞ്ഞ 8 വർഷമായി ഗ്ലോബൽ ലീഡറായിരിക്കുന്നത്. ഏതെങ്കിലും കൊട്ടാരത്തിൽ പറഞ്ഞതുകൊണ്ടല്ല നരേന്ദ്രമോദി ഗ്ലോബൽ ലീഡറായിരിക്കുന്നത്. അദ്ദേഹം ഈ ഗുജറാത്തിൽ ഭരിച്ച് ഗുജറാത്ത് മികവുറ്റ സംസ്ഥാനമാക്കി മാറ്റി. അദ്ദേഹം കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിൽ ഭരിച്ച് ഇന്ത്യയെ മികവുറ്റ രാജ്യമാക്കി മാറ്റി. ആ മികവുറ്റ രാജ്യമാക്കി മാറ്റിയ ആ പ്രവർത്തന മികവിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലോകം ആദരിക്കുന്നത്. ആ പ്രവർത്തന മികവിനെയാണ്. ആ മികവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ ആഗോള നേതാവായി കഴിഞ്ഞ 7-8 വർഷമായി നിലനിർത്തുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം നരേന്ദ്രമോദിയുടെ ആ പാരമ്പര്യം, നരേന്ദ്രമോദിയുടെ നേതൃത്വം, നരേന്ദ്രമോദിയുടെ സൽപ്രവർത്തികൾ, അതിൽ അഭിമാനിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഈ രാജ്യത്തെ സമ്പൂർണമായിട്ട് മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. ആ നരേന്ദ്രമോദിയുടെ സത്കർമ്മങ്ങൾ ഈ നാട്ടിൽ ഉറപ്പുവരുത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. ഞങ്ങൾ അഭിമാനിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം നടത്തുന്ന, ഒരു ഭരണപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഈ അഭിമാന ബോധത്തോടുകൂടി അചഞ്ചലമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മെ തളയ്ക്കാൻ, നമ്മെ തടുക്കാൻ ആർക്കും സാധ്യമല്ല.
ഞാനും നിങ്ങളും ജീവിക്കുന്നത് മഹത്തായിട്ടുള്ളൊരു ആദർശത്തിന് വേണ്ടിയാണ്. ആ ആദർശം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ ആദർശമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് വനാന്തരങ്ങളിൽ ധ്യാന നിമഗ്നായിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആ ധ്യാനത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ ആദർശത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശം. ആ ആദർശം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ വെള്ളത്താൽ അലിയിക്കാൻ സാധിക്കുന്നതല്ല, കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ സാധിക്കുന്നതല്ല, ചങ്ങലയാൽ ബന്ധിക്കാൻ സാധിക്കുന്നതല്ല, വാളാൽ അരിയാൻ സാധിക്കുന്നതല്ല. ഇത് പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളാണ്. ആ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ വാക്കുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ എന്നും പ്രചോദനാത്മകമായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. അത്തരത്തിലുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ള ആദർശത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധമായിട്ടുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈജയന്തി പാറിപ്പിക്കുന്ന ദിനങ്ങൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ പോലും തൊടാൻ പ്രിയപ്പെട്ട സഖാക്കന്മാരെ നിങ്ങൾ തയ്യാറാകരുത്. നിങ്ങൾക്ക് തൊടാൻ സാധിക്കുന്നതിനപ്പുറത്താണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും ഈ പഞ്ചായത്തിൽ. ഈ കടക്കൽ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും നിങ്ങൾക്ക് തൊടാൻ സാധിക്കുന്നതിനപ്പുറത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഞങ്ങളുടെ പ്രവർത്തകർ ചിന്തിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതിനപ്പുറത്താണ് ഞങ്ങളുടെ പ്രവർത്തകർ ഈ നാട്ടിൽ ചെയ്യുന്നത്. ആ പ്രവർത്തകരെ തുടരുത്. ശരീരം കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കമ്മ്യൂണിസ്റ്റുകാരാ, ഇന്നു മുതൽ നിങ്ങൾ ആരും വരരുത് എന്ന അന്ത്യശാസനം നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് പോരാടാം. നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ കടക്കലിന്റെ ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ആദർശാത്മകമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് സംവദിക്കാൻ ഉശിരുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവി ഈ മണ്ണിലുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആദർശം കൊണ്ട് BJPയുമായി പോരാടാൻ കരുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ഓരോ കൊച്ചുകുട്ടിക്കും നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ള കരുത്തുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആദർശപരമായി വരൂ, പോരാടാം. നമുക്ക് പോരാടാം. ആ പോരാട്ടത്തിൽ നിങ്ങൾ മാത്രമേ പരാജയപ്പെടൂ. സംഘടന കൊണ്ട് BJPയുടെ നേരെ വന്നാലും പോരാടാൻ BJP തയ്യാറാ. സംഘടനാ ശക്തി കൊണ്ടും BJPയെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരുമാതിരി സിംഹവാലൻ കുരങ്ങ് നാമാവശേഷമാകുന്നത് പോലെ, പടവലങ്ങ വളരുന്നത് പോലെ ഇങ്ങനെ വളർന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ ഒരു പൊടി പോലുമില്ല കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്താൻ എന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിസം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവും നേരറിവും ഈ കടക്കലിലെ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായാൽ നിങ്ങൾക്ക് നന്ന്. അതുകൊണ്ട് സംഘടനാതലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി മൽപിടുത്തത്തിന് നിങ്ങൾ വരണ്ട. ഇനി ഭരണ മികവിന്റെ ഭാഗത്താണെങ്കിൽ 10 വർഷത്തെ നരേന്ദ്രമോദി എടുക്കൂ, 10 വർഷത്തെ പിണറായി വിജയനെ എടുക്കൂ. കഴിവുകേടിന്റെയും മികവുകേടിന്റെയും അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ദുർഭൂതമായിട്ടുള്ള പിണറായി വിജയനും കഴിവിന്റെയും മികവിന്റെയും അംഗീകാരത്തിന്റെയും ജനക്ഷേമത്തിന്റെയും സ്വപ്ന സദൃശമായ വികസനത്തിന്റെയും അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസമായ നരേന്ദ്ര ദാമോദർദാസ് മോദിയും എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കൂ. അതുകൊണ്ട് ഭരണ മികവ് കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ചെറുക്കാൻ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു രീതിയിലും കമ്മ്യൂണിസം ഞങ്ങൾക്കൊരു വെല്ലുവിളിയല്ല. ഒരു രീതിയിലും മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾക്കൊരു പ്രതിസന്ധിയല്ല. ഒരു രീതിയിലും കമ്മ്യൂണിസത്തെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഗതികേടും ഈ ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാ, അവസാനിപ്പിക്കുക നിങ്ങളുടെ ഗുണ്ടായിസം. അതിന് ഈ കടക്കൽ വേണ്ട, അതിന് ഈ മണ്ണിൽ വേണ്ട. ഈ മണ്ണിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനുണ്ട്. ഈ നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ആഗോള ലീഡറുണ്ട്. ഞങ്ങളുടെ നരേന്ദ്രമോദിക്കും ഞങ്ങളുടെ കടക്കലിലെ ഒരു സാധാരണ പ്രവർത്തകന്റെയും വികാരം ഒന്നാണ്. ഞങ്ങളുടെ നരേന്ദ്രമോദി മുതൽ കടക്കലിലെ ഒരു സാധാരണ പ്രവർത്തകന്റെ മസ്തിഷ്കങ്ങളിൽ ഓടുന്ന ചിന്ത ഒന്നാണ്. അവരുടെ നാഡീ ഞരമ്പുകളിൽ ഓടുന്ന രക്തമൊന്നാണ്. അവരുടെ വികാരമൊന്നാണ്. ഒരു കുടുംബം എന്നുള്ള വികാരമാണ്. നരേന്ദ്രമോദി മുതൽ കടക്കലിലെ ഒരു ബൂത്ത് പ്രവർത്തകൻ വരെ ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ വികാരത്തെ
കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള വികാരമാണ്. നിങ്ങളെന്ന് പറയുന്നത് ഇന്ന് പിണറായി വിജയന്റെ ശമ്പളം വാങ്ങുന്ന കൂലികളാണ്. ഏരിയ സെക്രട്ടറിക്ക് 12,000 രൂപ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് 10,000 രൂപ. ആ മാസാമാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ പണിമുടക്കി പോകുന്ന പീറ കൂലികളാണ് ഇന്ന് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. ആ കൂലികളെ ഞങ്ങൾ ഇന്ന് വെറുക്കുന്നു. തടയാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്. അതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അല്ലാതെ നിന്റെയിലൊന്നും ഒരു ആദർശവുമില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ആദർശമില്ലാത്ത നിങ്ങൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് മുന്നോട്ട് വരണ്ട, അവസാനിപ്പിക്കുക. ഈ കടക്കലിന്റെ മണ്ണ് ഇനി BJP-യുടേതാക്കും. ഇന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ രാജീവ് പ്രസാദിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കരുത്തുറ്റ മുന്നേറ്റമാണ്. രാജീവ് പ്രസാദിനെ പോലെയുള്ള സാധാരണക്കാരിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ, സാധാരണക്കാരിയായിട്ടുള്ള ഒരു ജില്ലാ അധ്യക്ഷ, വനിത, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ നേതാവായിട്ട് ഉയർന്നു വന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള നേതാവ്, ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുന്നത്. ഗുണ്ടകളല്ല, കൊലയാളികളല്ല, അഴിമതിക്കാരല്ല, സാധാരണക്കാരന്റെ പ്രതിനിധികളാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുന്നത്. ആ സാധാരണക്കാരന്റെ ശബ്ദമാണ് ഇനി കടക്കലിന്റെ ശബ്ദമായിട്ട് മാറാൻ പോകുന്നത്. ഇന്ന് എണ്ണിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, വരുന്ന 5 വർഷം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കടക്കലിന്റെ മണ്ണിൽ എന്താണോ ബംഗാളിൽ സംഭവിച്ചത്, എന്താണോ ത്രിപുരയിൽ സംഭവിച്ചത്, അത് തന്നെ കടക്കലിൽ സംഭവിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞയെടുക്കുന്ന ആദർശബോധമുള്ള സഹപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയായി എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ ഇത് കണ്ടോളൂ. നിങ്ങൾക്കെതിരായിട്ടുള്ള അവസാന പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി സജ്ജമാകുന്നു, ജനാധിപത്യ രീതിയിൽ സജ്ജമാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന്റെ പ്രതീകങ്ങളാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി നടപ്പാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. പോലീസ് ഉദ്യോഗസ്ഥർ നിയമപുസ്തകം നോക്കിയാണ് നീതി നിർവഹിക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ സത്യമാണ് മനസ്സിലാക്കേണ്ടത്, സത്യമാണ് ചെയ്യേണ്ടത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടത്തെ ഏഴാം കൂലികളായിട്ടുള്ള സഖാക്കന്മാരുടെ പാദസേവകനായിട്ട് അസ്തമിക്കുന്ന ദയനീയ അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ നീതിപൂർവം നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവണം. അങ്ങനെ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരെ ഞങ്ങൾക്ക് ഏതു വിധേനയാണ് നീതിമാന്മാരല്ലാത്ത പോലീസുകാരെ കൈകാര്യം ചെയ്യേണ്ടതെന്നും നന്നായിട്ടറിയാവുന്ന പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. കണ്ണൂരിന്റെ മണ്ണിൽ ഞങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏഴാം കൂലികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനും അവർക്കെതിരെ പോരാടാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനപൂർവ്വം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇവിടെ പ്രവർത്തിക്കണം, ഞങ്ങളുടെ പ്രവർത്തകർക്ക് കടക്കലിന്റെ മണ്ണ് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങൾ കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഈ കടക്കലിൽ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള അവസരം തരണം. ഞങ്ങളെ തടയരുത്, ഞങ്ങളെ തകർക്കരുത്, ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കരുത്, ഞങ്ങളെ കൽത്തുറുങ്കിൽ അടക്കരുത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് അതുകൊണ്ട് നീതിപൂർവം പ്രവർത്തിക്കാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. സഹപ്രവർത്തകരെ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മളുടേതാണ്. കടക്കലിന്റെ മണ്ണും ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ണാക്കാൻ കടക്കൽ നിവാസികൾ നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ അധികാരം നൽകാൻ തിരുവനന്തപുരം നഗരത്തിന്റെ അധികാരം ആദ്യം നൽകിയതുപോലെ കടക്കലിന്റെ അധികാരം നൽകാൻ കടക്കൽ ടൗണ് അനുപമയെ ജയിപ്പിച്ചുകൊണ്ട് ഒരു അധികാരം നൽകിയിരിക്കുകയാണ് നമുക്ക്. കടക്കലിന്റെ മുഴുവൻ അധികാരം നാളെ BJP-യിലേക്ക് എത്താൻ കടക്കൽ ടൗൺ ഇന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ നാട് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രചോദനമാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കടക്കലിന്റെ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയുടേതാക്കാൻ വേണ്ടിയുള്ള ആ ജൈത്രയാത്രയ്ക്ക് സമാരംഭം കുറിക്കുന്ന ദിവസമായിട്ട് ഇത് കണക്കാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹപ്രവർത്തകരോടൊപ്പം ഈ മഹാപ്രസ്ഥാനമുണ്ട്. ഇവിടെ പോരാടുന്ന പ്രവർത്തകരോടൊപ്പമാണ് ഈ മഹാപ്രസ്ഥാനം. ഈ മഹാപ്രസ്ഥാനം കൂടെയുള്ളിടത്തോളം ആർക്കും തകർക്കാൻ സാധിക്കില്ല, തടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബോലോ ഭാരത് മാതാ കേ ജയ്, ജയ് BJP.
ജനതാ, ജയ് ജയ് ബി ജെ പി, ബോലോ